ഹലോ ഗൈസ്, ഇന്ന് ചൂണ്ടയ്ക്ക് പോയപ്പോൾ ഒരു മീനിനെ കിട്ടി. സാധാരണഗതിയിലാണെങ്കിൽ അത് വീട്ടിൽ എത്തുമ്പോൾ ചാവുമായിരുന്നു. പക്ഷേ ഇന്ന് കിട്ടിയ മീൻ ചത്തിട്ടില്ല. ഇതാ കണ്ടോ, ഇതാ കിടക്കുന്നു. അപ്പോൾ അതിനെ കൊല്ലാനൊരു മടി. അപ്പോൾ എന്ത് ചെയ്യാമെന്ന് ഒരു പ്ലാനിങ് ഇട്ടു. അതിനെ വളർത്താം എന്നുള്ള തീരുമാനത്തിലായി. അങ്ങനെ വളർത്താനുള്ള സെറ്റപ്പിലോട്ട് പോകുന്നുണ്ട്. അപ്പോൾ നോക്കിയപ്പോൾ നേരത്തെ ഞങ്ങളിവിടെ മീൻ ഇട്ടിട്ടുണ്ട്. ചെറിയൊരു കുഴി പോലെ കുഴിച്ചിട്ട് അതിനകത്ത് മീൻ ഇട്ടിട്ടുണ്ടായിരുന്നു. അതിൽ തന്നെ വീണ്ടും സെറ്റ് ചെയ്യാം. അപ്പോൾ നമുക്ക് ഇതാണ്ടാവും. അതിനകത്തിപ്പം കല്ലും കാര്യങ്ങളെല്ലാം കിടപ്പുണ്ട്. അതിനൊക്കെ നമുക്ക് നീക്കം ചെയ്യാം. ഓക്കെ, അങ്ങനെ അതിനകത്തുനിന്ന് കല്ലെല്ലാം പറിച്ച് മാറ്റാൻ പോകുന്ന എങ്ങനെയാണ് ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ക്യാമറാമാൻ വേണുവിനോടൊപ്പം ഏൽമറന്നുമില്ല. അങ്ങനെ എല്ലാം കുതിർത്തി മാറ്റി കുറച്ച് പണികളുണ്ട്. അന്തുവിൻ്റെ അങ്ങനെ മീൻ കഴിക്കാന്നുള്ള മോഹവും അസ്തമിച്ച്. ഞാൻ പറഞ്ഞു വറക്കാന്ന് പറഞ്ഞു എന്നോട്. ഞാൻ പറഞ്ഞു എനിക്ക് കൊല്ലാൻ പറ്റത്തില്ല, ഒന്ന് തരുവാണെങ്കിൽ ഞാൻ സെറ്റ് ചെയ്യാം എന്ന് പറഞ്ഞു. അപ്പോൾ അതിന് മതി. അപ്പോൾ ചോദിച്ചു എങ്ങനെ കൊല്ലണം. ഞാൻ പറഞ്ഞു ഒന്നുകിൽ കഴുത്തിന് ഞെരിച്ച് കൊല്ലണം എന്ന് പറഞ്ഞു, ഇല്ലെങ്കിൽ തൂക്കി കൊല്ലണം, ഇല്ലെങ്കിൽ വിഷം കൊടുത്ത് കൊല്ലണം. ഈ 3 രീതിയിൽ എങ്ങനെയും കൊല്ലാമെന്ന് പറഞ്ഞു. ഒന്ന് തരണമെങ്കിൽ ഞാൻ സെറ്റ് ചെയ്ത് കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ കൊല്ലാൻ ഒരു മടി, ആർക്കും കൊല്ലാൻ പറ്റില്ല, ഒരു ബുദ്ധിമുട്ട്. പിന്നെ വിചാരിച്ചു എന്തായാലും പിന്നെ ആയുസ്സും ആരോഗ്യം വീണ്ടും കൊണ്ട്. ടാർപ്പെല്ലാം ടാർപ്പാണ്. അതാണ് വെള്ളം നിൽക്കൂലല്ലേ, എല്ലാം ടാർപ്പെല്ലാം പോകുന്നു. നിൽക്കുമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. തിരിച്ചിടും എത്രത്തോളം സക്സസ് ആവുമെന്ന് അറിയില്ല. ചേട്ടാ, അത് വെള്ളം നിൽക്കുമെന്ന് തോന്നുന്നില്ല ഇടയ്ക്കിടയ്ക്ക്. അപ്പോൾ ടാർപ്പ് എടുത്ത് വിരിച്ചു. ഇതിനകത്ത് വെള്ളം നിറയ്ക്കുന്ന ജോലിയാണ് അടുത്തത്. ഓക്കെ, അപ്പോൾ അങ്ങനെ ബക്കറ്റിൽ നിറച്ച് വെള്ളം പിടിച്ചിടാ കൊണ്ടുപോകുന്നു. എത്രത്തോളം സക്സസ് ആവുമോ? എത്രത്തോളം സക്സസ് ആവും എന്നറിയില്ല. എന്തായാലും വെള്ളം ഒഴിച്ചിട്ടുണ്ട്. പോയി ബക്കറ്റ് ഒഴിച്ചു. വെള്ളം അത് നിൽക്കുന്നോ എന്താ അറിയത്തില്ല. അപ്പോൾ തട്ടിക്കൂട്ട് ടാങ്കാണ് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി മീൻ അതിനകത്തോട്ട് വിടാം. സ്വർഗം കിട്ടിയ സന്തോഷത്തിൽ ഞാൻ മീൻ കിടന്ന് കളിക്കുന്നുണ്ട്. കണ്ടോ, വലിയ മീനട്ടാ. അപ്പോൾ നമുക്ക് ഇനി അതിനകത്ത് വേറെ സെറ്റപ്പ് ഉണ്ട്. ഒരു ചെടി അതിന് കൊടുക്കാം. അതിനൊരു ചെടിയും കൂടെ കൊടുത്തു. പിന്നെ സേഫ് ആക്കിയിട്ടുണ്ട്. ഓക്കെ, അങ്ങനെ കിട്ടിയ മീനിനേതാ വളർത്താനുള്ള പദ്ധതിയിലേക്ക് പോകും. അങ്ങനെ പോയാലും 1 കിലോയോളം വരും സാധനം.